പ്രിയപ്പെട്ടവരെ, കൈരളി ടി വിയുടെ പട്ടുറുമാൽ മെഗാ ഫിനാലെയുടെയും അതിനോടനുബന്ധമായിട്ട് തന്നെ നടക്കുന്ന മെഗാ ഷോയിലുമെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സംഗീതാസ്വാദകരെയും വിശിഷ്ട വ്യക്തികളെയും എല്ലാ സഹോദരങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പട്ടുറുമാലിൻ്റെ ഈ വേദിയിൽ തുടർച്ചയായി നിങ്ങളെല്ലാവരും പ്രേക്ഷകർ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ്. പട്ടുറുമാൽ വീശിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രൗഢഗംഭീരമായി ഈ സദസ്സിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നത്. പട്ടുറുമാലുകൾ പല വർണ്ണങ്ങളിലുള്ള, പല നിറത്തിലുള്ള, പല ഭാഷകളിലും പല സംസ്കാരത്തിലുമൊക്കെയുള്ള പാട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഈ സ്വപ്നവേദി യാഥാർത്ഥ്യമാകുമ്പോൾ പട്ടുറുമാൽ വീശിക്കൊണ്ട് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള MP ശ്രീ എളമരം കരീം സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റെല്ലാ വിശിഷ്ട അതിഥികളോടും അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇമ്പമേറിയ മാപ്പിളപ്പാട്ടുകൾ നമുക്ക് സമ്മാനിക്കുന്ന കൈരളി ടി വിയുടെ പ്രോഗ്രാം ഏറ്റവും ഹൃദ്യമായിരുന്നു. ഇന്നതിൻ്റെ ഫിനാലെ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ ഹൃദ്യമായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. പട്ടുറുമാലിൻ്റെ ഉദ്ഘാടന സദസ്സ് എപ്പോഴും വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല നിറങ്ങളിലുള്ള, വർണ്ണങ്ങളിലുള്ള പട്ടുറുമാലുകൾ വിശിഷ്ട അതിഥികളുടെ കൈകളിലേക്കായി ഞങ്ങൾ എത്തിക്കുകയാണ്. അതിനുശേഷം പട്ടുറുമാൽ വീശിക്കൊണ്ട് തന്നെ 15 വർണ്ണങ്ങളിലുള്ള നക്ഷത്ര ശോഭയുള്ള ഈ വേദിയിലേക്ക് ഏറ്റവും മികച്ച ഗായകരെ കണ്ടെത്താനുള്ള കൈരളി ടി വിയുടെ യാത്രയിൽ ഇത് ഗ്രാൻഡ് ഫിനാലയുടെ മധുരമൂറി നിൽക്കുന്ന ഇശലിൻ്റെ തേന്മഴ ഒരുക്കിയ, കോഴിക്കോടിൻ്റെ മണ്ണൊരുക്കിയ, കൽബ് നിറച്ച സന്തോഷം നമുക്കായി ഒരുക്കിയ ഈ ചടങ്ങിൽ പട്ടുറുമാൽ വീശിക്കൊണ്ട് ഔദ്യോഗികമായി ആ ചടങ്ങ് ഇവിടെ നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ട അതിഥികളും ഒരുമിച്ച് ഈ സദസ്സിന് മുൻപാകെ പട്ടുറുമാൽ വീശി പ്രൗഢഗംഭീരമായി 12ാം സീസണിൻ്റെ ഈ വലിയ വിജയ ആഘോഷവേദിക്ക് തുടക്കമിടുകയാണ്. എല്ലാ അതിഥികളുടെയും കൈകളിലേക്ക് നമുക്ക് പട്ടുറുമാൽ എത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ വിവിധ വർണ്ണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അതിഥികളുടെ കൈകളിലെ പട്ടുറുമാൽ വീശിക്കൊണ്ട് തന്നെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി 12ാമത്തെ സീസണെ നോക്കിക്കണ്ട ഈ ഒരു വർഷക്കാലം ഞങ്ങളുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്ത ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് വെച്ച പ്രേക്ഷകരോട് നന്ദി പറഞ്ഞുകൊണ്ട് പട്ടുറുമാൽ വീശിക്കൊണ്ട് 12ാം സീസണിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ സ്വപ്നവേദിയുടെ ഭാഗമാവുകയാണ്. ഈ ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാവുകയാണ് ഓരോ വിശിഷ്ട അതിഥികളും. താങ്ക് യു സോ മച്ച്. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിനായി കൈരളി ടി വിയുടെ പ്രിയങ്കരനായ ഡയറക്ടർ ശ്രീ TR അജയൻ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആശംസകളിലേക്ക്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, 12ാമത്തെ പട്ടുറുമാൽ അവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ ഓർമ്മ വീണ്ടും കോഴിക്കോട്ടേക്ക് വരികയാണ്. ആദ്യമായി പട്ടുറുമാൽ നടത്താൻ വേണ്ടി കൈരളി TV നിശ്ചയിച്ചപ്പോൾ കേരളത്തിലെ പ്രഗത്ഭരായ മാപ്പിളപ്പാട്ട് ഗായകരെയും എഴുത്തുകാരെയും ഒക്കെ ചേർത്തുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് വെച്ചാണ് ഇത് എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ഒരു ചിന്തയുണ്ടായത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ 12ാമത്തെ അവസരം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഒരു വികാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാം എന്നുള്ള കൈരളി ടി വിയുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം പട്ടുറുമാൽ വന്നത്. അത് വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകളിലേക്ക് കടന്നുകൊണ്ട് ഇന്ന് ഏറ്റവും വലിയ ഒരു പരിപാടിയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കൈരളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരുമാന ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പല കൊല്ലങ്ങളിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകിയ ഒരു പരിപാടി ഈ പട്ടുറുമാലായിരുന്നു എന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വേറിട്ട ചില പരിപാടികളിൽ ഒന്നായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത് വലിയ വിജയമാക്കി തീർത്ത നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൈരളിക്ക് വേണ്ടി മനസ്സിൻ്റെ നിറവും മണവും ഉൾക്കൊണ്ട ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിൻ്റെ ആശംസകൾക്ക് സ്നേഹം നിറഞ്ഞ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ കൈരളി TV ശ്രീ B സുനിൽ സാറാണ് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ബഹുമാന്യരെ, ഈ വലിയ ജനാവലി ഞങ്ങൾക്കൊരാവേശമാണ്.
തീർച്ചയായും കൈരളി ടി വി ഇത്തരം പരിപാടികളുമായി ഇനിയും കോഴിക്കോട് എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഒരു വലിയ വിജയമാക്കാൻ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ഞങ്ങളുടെ പ്രായോജകർ, ഈ വേദിയിലും വേദിയിലില്ലാത്തവരുമായ എല്ലാവർക്കും കൈരളി ടി വിയുടെ കൃതജ്ഞത കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. താങ്ക് യു സോ മച്ച് സർ. ഒട്ടനവധി വിശിഷ്ട അതിഥികൾ പല മേഖലകളിൽ നിന്നും ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നമുക്കിനി ആശംസകൾ നേരുന്നതിനും പ്രത്യേകിച്ചും കൈരളി ടി വിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനം നിർവഹിക്കാനൊക്കെ പോകുന്ന ഏറ്റവും ബഹുമാനായ മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ശ്രീ MP അഹമ്മദ് സാറിലേക്ക് മൈക്ക് നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈരളി ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ചാനലിലായിട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. ബിസിനസ്സിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈരളിയായിട്ട് സഹകരിച്ചതുകൊണ്ട് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൈരളിൻ്റെ പ്രേക്ഷകർ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അതുതന്നെയാണല്ലോ ഇതിൻ്റെ വിജയവും. തീർച്ചയായിട്ടും പട്ടുറുമാൽ നല്ലൊരു പ്രോഗ്രാമാണ്. കോഴിക്കോട് പട്ടുറുമാൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ വലിയങ്ങാടി കച്ചവടക്കാരനായിരുന്നു നേരത്തെ. അവിടെ ഏതാണ്ട് ഞങ്ങളുടെ കമ്മാലി തൊഴിലാളികൾക്കെല്ലാം ഒരു പട്ടുറുമാലുണ്ടാവും. അവർ മാപ്പിളപ്പാട്ടും പാടി ട്രാളീൻ്റെ മുകളിലും ഒക്കെ ഇരുന്ന് അങ്ങനെ ഒരു സമയം കഴിയുന്ന വളരെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം കൈരളിയായിട്ട് ചേർന്നുകൊണ്ട് പുതിയൊരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ ചാനലുകളും പത്രങ്ങളെയും കർത്തവ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൃത്യമായ നികുതി നൽകുക. സർക്കാരിന് ഭരിക്കണമെങ്കിൽ, ചെലവാക്കണമെങ്കിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നികുതി കെട്ടിയിരിക്കണം. നികുതി വെട്ടിക്കുക എന്നുള്ളത് കച്ചവടക്കാരെല്ലാവരും ഒരു ഇൻട്രസ്റ്റാണ്, താല്പര്യമാണ്. അതിന് പൂർണ്ണമായിട്ടും ഘടകവിരുദ്ധമായിട്ട് പൂർണ്ണമായിട്ടും കൃത്യമായ നീതി കൊടുക്കണം, വാങ്ങിക്കണം. കൊടുത്തുകൊണ്ടേ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പാടുന്ന ഉപഭോക്താക്കളും തീരുമാനിക്കണം. ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും ഒത്തുചേർന്നാൽ നികുതി കൊടുത്തവനാരാ കൊടുക്കാത്തതാരാന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിലൊരു ബോധവൽക്കരണം ഈ രംഗത്ത് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വലിയൊരു വിഭാഗം പുറത്തുണ്ട്. അവരെ ഒരു സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. യുവതലമുറയെ എല്ലാറ്റിനും മയക്കുമരുന്ന് മറ്റെല്ലാ അനാശാസ പ്രവർത്തനങ്ങളിൽ നിന്നും വേർതിരിച്ച് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരെ മാറ്റിയെടുക്കുക എന്ന കുറേ ക്യാമ്പയിൻസ് ഉണ്ട്. ഇത് ചാനലായിട്ട് ചേർന്നുകൊണ്ട് പുതിയ ആൾക്കാർ ചാനൽ അപ്പോയിൻ്റ് ചെയ്യും. അവരെ ഒരുപാട് ക്യാപ്ഷൻസ് ഇറക്കും. അത് ഞങ്ങളതിന് സ്പോൺസേർഡാണ്. കാരണം ഞങ്ങൾ മറ്റ് പത്രങ്ങളായിട്ടും മനോരമയായിട്ടും മാതൃഭൂമിയായിട്ടും മാധ്യമം അതുപോലെ മറ്റ് ചാനലുകളൊക്കെ ആയിട്ടും റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് ഓൾ ഇന്ത്യ ലെവൽ, നേരത്തെ ഇത് തുടങ്ങിയത് ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യ ലെവൽ തുടങ്ങി. ബാഡ് ഗോൾഡ്, ഗുഡ് ഗോൾഡ്, റെസ്പോൺസിബിൾ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്യാമ്പയിൻ ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ച വേൾഡ് മൊത്തം കൊണ്ടുനടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ESG, എൻവയറമെൻ്റൽ പരിസ്ഥിതി ആൻഡ് ഗവേണിങ്സ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ESG വെച്ചാൽ എൻവയറമെൻ്റൽ ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഗവേണിങ്സ് കമ്പൽ ചെയ്തുകൊണ്ടുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റാൻ വേൾഡിലെ എല്ലാ രാജ്യത്തും ഇന്നിപ്പോൾ ഏതാണ്ട് 13 രാജ്യങ്ങൾ ഞങ്ങൾ എൻ്റർ ചെയ്ത് ഇനിയും കൂടുതൽ രാജ്യങ്ങൾ പോകാമെന്നുള്ളത് അവിടെയൊക്കെ തന്നെ ESGക്ക് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ ESG എന്ന് വെച്ചാൽ ഗവേണൻസ്, ഏത് രാജ്യത്തിലും ആ രാജ്യത്തിൻ്റെ നിയമം പൂർണ്ണമായിട്ടും പാലിക്കുക. ഒരു അണുവണ തുകം വിട്ടുവീഴ്ചയില്ലാതെ അതേ രീതിയിൽ നികുതികളെ കൃത്യമായി കൊടുത്ത് എല്ലാ ഗവേണൻസും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനങ്ങളും ഞങ്ങളുടെയൊക്കെ അനുഗ്രാശിസുകളും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല പരിപാടി ഒരു ഗംഭീരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ബിസിനസ്സിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു മനസ്സ് കാണിച്ചുകൊണ്ട് മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൈരളി ടി വിയുമായുള്ള ഈ പുതിയ പദ്ധതിക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഔപചാരികമായ ഈ ഒരു സദസ്സിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനായിട്ടുള്ള സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് കൈരളി ടി വി ശ്രീ PV കുട്ടൻ സാറിലേക്ക് മൈക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, കൈരളി ടി വി ഈ പട്ടുറുമാൽ കോഴിക്കോട്ടേക്ക് വീണ്ടും ഇങ്ങനൊരു വലിയ പ്രോഗ്രാം ആലോചിച്ചപ്പോൾ തന്നെ ഈ നാട് ഈ പട്ടുറുമാലിനെ നെഞ്ചേറ്റുമെന്ന പൂർണ്ണ ബോധ്യം കൈരളിക്കുണ്ടായിരുന്നു.
ഞങ്ങളുടെ മുന്നിൽ നിങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഈ പരിപാടി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പട്ടുറുമാൽ മെഗാ ഷോ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സംഘാടക സമിതി, മോഹൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട രാജ്യസഭാ അംഗം എളമരം കരീം, അദ്ദേഹത്തിന് കൈരളിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വിശിഷ്ട വ്യക്തികൾക്കും കൈരളിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനകത്തും ഞങ്ങളോട് കൈരളിയെ അത്രയധികം പരിഗണിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട MB അഹമ്മദ് ക, മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ, അദ്ദേഹം ഈ പരിപാടിയിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷം ഉണ്ട്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഞങ്ങളെ സഹായിക്കുന്ന, ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സ്പോൺസേഴ്സുണ്ട്. അവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ വൈകിട്ട് 3 മണി മുതൽ തന്നെ ആൾക്കാർ ഇവിടേക്ക് ഒഴുകിയെത്തിയാണ്. കോഴിക്കോടിൻ്റെ ജനാവലി ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൈരളിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാ വിശിഷ്ടാതിഥികൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. തുടർന്നും പട്ടുറുമാലിൻ്റെ മത്സരവേദിയിലെ മറ്റ് കാഴ്ചകൾ കാണാൻ തീർച്ചയായിട്ടും സമയമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് എ ലോട്ട്. ഗെറ്റ് ബാക്ക് യുവർ സീറ്റ്സ്.